ചില ആൾക്കാരെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യം ഈ ലയേഴ്സ് പാരഡോക്സ് എന്ന് പറയുന്ന ഒരു സംഗതി. ഈ ലയർ എന്ന് പറഞ്ഞാൽ കള്ളൻ അല്ലേ, ഒരു നുണയനാണ്. ഒരു നുണയൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നുണയായിട്ട് എടുക്കും, സത്യമായിട്ട് എടുക്കും. ഇപ്പോൾ നിങ്ങൾ ആ രണ്ട് പടങ്ങൾ കാണുക. ആദ്യം മേളിലൊരു പടം കിടക്കുന്നു, ദ പേഴ്സൺ ബിലോ മീ ഈസ് ലൈങ്. എൻ്റെ താഴെ ഇരിക്കുന്ന ആൾ കള്ളം പറയുകയാണെന്ന് പറയും. അപ്പൊ താഴെ ഇരിക്കുന്ന ആൾ പറയുന്നത് ദ പേഴ്സൺ എബോവ് മീ ഈസ് ടെല്ലിങ് ദ ട്രൂത്ത്. എൻ്റെ മേളിലിരിക്കുന്ന ആൾ സത്യം പറയുകയാണെന്ന് പറയും. നിങ്ങൾ എന്താണ് അത് മനസ്സിലാക്കുക? താഴെ ഇരിക്കുന്ന ആൾ പറയുന്നത് റെഡി ആയിട്ട് എടുക്കുക, ദ പേഴ്സൺ എബോവ് മീ ഈസ് ടെല്ലിങ് ദ ട്രൂത്ത്. മേളിൽ ഇരിക്കുന്ന ആൾ സത്യമാണ് പറയുന്നത്. അയാൾ എന്ത് പറഞ്ഞിരിക്കുന്നത്? ദ പേഴ്സൺ ബിലോ മീ ഈസ് ലൈങ്. എൻ്റെ താഴെ ഇരിക്കുന്ന ആൾ നുണയാണ് പറയുന്നത്. മനസ്സിലായി? ഇതാണ് ശരിക്കും നമ്മൾ ലയേഴ്സ് പാരഡോക്സ് എന്ന് പറയുന്ന ഒരു സംഗതി. ഇതൊരു വൈരുദ്ധ്യമാണ്. ഈ പലപ്പോഴും ഈ ദൈവം ഇല്ല എന്ന് തെളിയിക്കൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ദൈവം ഇല്ല എന്ന് എന്ത് തെളിവാണുള്ളത്? നമ്മൾ പറയും ഇല്ല എന്നുള്ളതിന് തെളിവൊന്നുമില്ല, നിങ്ങൾ ഉള്ളതിനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്, ഇല്ലാത്തതിന് തെളിവില്ല എന്ന് പറയും. പക്ഷെ അവർ പറയും അങ്ങനല്ല, നിങ്ങൾക്ക് അത് തെളിയിക്കാൻ കഴിയണം എന്ന് പറയും. പക്ഷേ രണ്ട് കാര്യങ്ങൾ ആലോചിക്കാം. ക്യാൻ യു പ്രൂവ് ദാറ്റ് ഗോഡ് ഡസൻറ്റ് എക്സിസ്റ്റ്? നോ, യു കനോട്ട്. ഒരു കാര്യവും ഇല്ല എന്ന് തെളിയിക്കാൻ കഴിയില്ല. കാര്യം ഉള്ളതിനാണ് തെളിവുള്ളത്. പൂവുണ്ടെങ്കിലേ മണം ഉണ്ടാവും. മണമില്ലായ്മ പൂവില്ല എന്നുള്ളതിന്റെ തെളിവല്ല. ഒരു മണവും ഇല്ല, അതുകൊണ്ട് പൂവില്ല. ഡസൻറ്റ് മേക്ക് എനി സെൻസ്. വേറെ എവിടെങ്കിലും ഉണ്ടാവും പൂ. ഏത് കാര്യവും ഉണ്ടെങ്കിൽ, ഈ തെളിവെന്ന് പറയുന്നത് ഉള്ളതിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ്. ഇല്ല, നമ്മളെ എണ്ണ പലഹാരത്തിൽ നിന്ന് എണ്ണ വരുന്നത് പോലെ. ഇല്ല എന്നുള്ളതിന് തെളിവ് ബേസിക്കലി ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെ ഇല്ല എന്നുള്ളതിന് തെളിവ് എന്ന് ചോദിക്കുമ്പോൾ അത് ലയേഴ്സ് പാരഡോക്സിൽ വരികയാണ്. ഇല്ല, പിന്നെ എങ്ങനെയാണ് തെളിവ്? ആ തെളിവാണ് ഇവർ കൊണ്ടുവരാൻ പറയുന്നത്. ഇവരെ ലോജിക്ക് പോകുന്ന ഒരു രീതി നോക്കുക. ഇവിടെ കാൾ സാഗന്റെ ഒരു സേയിങ് ഉണ്ട്, ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് നോട്ട് എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ നാസികനായ പുസ്തകത്തിന്റെ ഫ്രണ്ട് പേജിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യം, ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദ എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്നാണ് പറയുന്നത്. ഞാൻ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അന്ന് മുതൽ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ആളുകൾ പറയും കാൾ സാഗൻ ഇങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹം വലിയ സയന്റിസ്റ്റാണ്, വലിയ സ്കോളറാണ്, എഡ്യൂക്കേറ്ററാണ്, നിങ്ങളെങ്ങനെയാണ് അതിന് നേരെ വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത്? ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് നോട്ട് എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്ന് കാൾ സാഗൻ പറയുന്നത് തെറ്റാണ്. കാരണം രണ്ട് കാര്യങ്ങൾ. അദ്ദേഹം പറയുന്നത് എന്താണ്? ഇന്നൊരു വസ്തുവിന് തെളിവില്ല എന്നുള്ളത് കൊണ്ട് അതില്ല എന്ന് പറയാൻ കഴിയില്ല. ഉദാഹരണമായിട്ട് അദ്ദേഹം ഡൈനസോറിന്റെ കാര്യം പറയാറുണ്ട്. ഡൈനസോറുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ നമുക്കതിന് തെളിവൊന്നുമില്ല, അതുകൊണ്ട് അതില്ലായിരുന്നു എന്ന് വരുന്നില്ലല്ലോ. പണ്ടുണ്ടായിരുന്നു. ഇനി ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ഒരു കാര്യം, അതിപ്പോഴേ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അതോടെ ഉണ്ടാവും, നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, നമുക്കറിയില്ല. അപ്പൊ ഇപ്പോൾ നമ്മൾ ഇല്ല എന്നങ്ങനെ സ്ഥിരീകരിക്കുന്നത് എങ്ങനെയാ? എവിഡൻസ് ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എവിഡൻസ് ഇല്ലെന്നേ ഉള്ളൂ. അത് പക്ഷെ ആബ്സെൻസിന്റെ തെളിവല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഈ ചോദ്യം രണ്ട് വാചകം കൊണ്ട് അത് കൺക്ലൂഡ് ചെയ്യാം. ഒന്ന്, ഈ ഡൈനസോറിനോ അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന ഒരു വസ്തുവിന് തെളിവില്ലായിരിക്കാം. അപ്പൊ ഡൈനസോറിന് തെളിവുണ്ട്, നമ്മൾ വലിയ വലിയ അസ്ഥികൂടങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്, ഒരുപാട് തെളിവുകൾ ഡൈനസോറുകൾക്കുണ്ട്. ഇപ്പൊ ഇല്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡൈനസോർ ഇല്ല എന്ന് തന്നെ എൻ്റെ അർത്ഥം. ഒരു ഡൈനസോറിനെ നമ്മൾ ജീവനോടെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡൈനസോർ ഇല്ല എന്നുള്ളതാണ്. അതിനകത്ത് ഈസ് എന്നുള്ള വാക്ക് നോക്കുക. ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് നോട്ട് വാസ് നോട്ട്. ഇന്ന് ഡൈനസോറിന് തെളിവില്ല, ഉണ്ടെന്നുള്ളതിന് ഒരു തെളിവില്ല. ഡൈനസോർ പണ്ടുണ്ടായിരുന്നു, അതിന് തെളിവുണ്ടുള്ളതുകൊണ്ട് പണ്ടുണ്ടായിരുന്നു നമ്മൾ അംഗീകരിച്ചു. ഇനി ഭാവിയിൽ ഉണ്ടാകുമെങ്കിൽ തെളിവ് വന്നാൽ ഭാവിയിൽ നമ്മൾ അംഗീകരിക്കും. പക്ഷെ ഇപ്പൊ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അങ്ങനെ അംഗീകരിച്ചാണെങ്കിൽ, കാൾ സാഗൻ പറയുന്നത് ശരിയാണെങ്കിൽ, ലോകത്ത് ഒരു കാര്യവും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങളൊരു കാര്യം ഇല്ലെന്ന് പറയാം, ഞാൻ പറയും പണ്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകും, തീർന്നു, എല്ലാം ഉണ്ട്. ഞാൻ കാക്കരി പൂക്കരി എന്ന് പറയാം, ഈ അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ, തെളിവില്ലല്ലോ, അത് ഉണ്ടായിക്കോളും, ഭാവിയിൽ ഉണ്ടായിക്കോളും, തീർന്നില്ലേ? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എന്നുള്ള വാക്കാണ്. ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസന്റ് ടെൻസ് ആണ്, വോസ് അല്ല. അപ്പം കാൾ സാഗനെ എല്ലാ പരിപാടികളും ഞാനിങ്ങനെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വലിയൊരു ഒരു ഫിഗറാണ്, ഇൻസ്റ്റിറ്റ്യൂഷനാണ്, എല്ലാം ശരിയാണ്. പക്ഷേ ഈ ഒരു കാര്യം, ആബ്സെൻസ് ഓഫ് എവിഡൻസ് എന്ന് പറയുന്നത് എവിഡൻസ് ഓഫ് ആബ്സെൻസ് തന്നെയാണ്. ഓക്കെ. ഇനി ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, കംപ്ലീറ്റ് എത്തീസമാണ്, ഹൗ ഡു യു നോ ദാറ്റ് ഗോഡ് ഡസൻറ്റ് എക്സിസ്റ്റ്? പിന്നെയും ചോദിക്കും, ദൈവം ഇല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
അപ്പൊ ഇത് ചോദ്യം പലരും ചോദിക്കുന്നത്, എങ്ങനെ ദൈവം ഇതൊക്കെ പോട്ടെ, നിങ്ങൾ ദൈവം ഇല്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ദൈവം ഇല്ലെന്ന് നമ്മൾ പറയാറില്ലല്ലോ. ആക്ച്വലി എത്തീസം ദൈവം ഇല്ല എന്ന് പറയലല്ല, ദൈവം ഇല്ല എന്നുള്ള വിശ്വാസമല്ല. എൻ്റെ ഫേസ്ബുക്കില് കമന്റുകളിൽ ഓരോരുത്തർ പറയും ദൈവം ഇല്ല എന്നുള്ള വിശ്വാസമാണ് നിങ്ങൾക്ക്. അതൊരു വിശ്വാസം. ദൈവം ഉണ്ടു എന്നൊരു വിശ്വാസം, അത് വേറൊരു വിശ്വാസം. അതൊക്കെ എഴുതിയിരിക്കുകയാണ്. ദൈവം ഇല്ല എന്നുള്ള വിശ്വാസമല്ല ഏത്തീസം. ഏത്തീസം ഒരു വിശ്വാസമേ അല്ല, അതൊരു വിശ്വാസമില്ലായ്മയാണ്. ഇറ്റ്സ് എ നോൺ ബിലീഫ് ഓർ എ ലാക്ക് ഓഫ് ബിലീഫ്. ഇറ്റ്സ് നോട്ട് എ ബിലീഫ്. ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം ഇല്ലായ്മ, അല്ല ദൈവം ഇല്ല എന്നുള്ള വിശ്വാസമല്ല. അപ്പൊ വിചാരിക്കും ഇതെല്ലാം ഒന്നല്ല, രണ്ടും ഒന്നല്ല. ദൈവം ഇല്ല എന്ന് പറയുന്നൊരു എന്താ പറയാ, ഒരു അഫർമേഷനാണ്, ഒരു ഡിക്ലറേഷനാണ്. നമ്മളത് പ്രൂവ് ചെയ്യാൻ നടക്കണം. എങ്ങനെ പ്രൂവ് ചെയ്യും? പറ്റില്ല. നമ്മളാകെ പറയുന്നുണ്ട് നിങ്ങൾ പറയുന്ന ഈ സാധനം ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല, ബിക്കോസ് ദർ ഇസ് നോ എവിഡൻസ്. നിങ്ങൾ എവിഡൻസ് കൊണ്ടുവന്ന് പരിഗണിക്കാം, സ്വീകരിക്കാം, പുൽകാം, അതുമായി ലയിക്കാം, ഇത്ര പറയുന്നുള്ളൂ. അപ്പം എപ്പോഴും ഈ ഒരു സ്റ്റാൻഡ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എന്തുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പീപ്പിൾ ആസ്ക് ദ സെയിം ക്വസ്റ്റ്യൻ അഗെയിൻ, റീസൈക്ലിംഗ് ദ സെയിം ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ ഡിസ്ബിലീഫ്, ഇറ്റ്സ് നോട്ട് എ ബിലീഫ്. എന്താ ഈ ബിലീഫ് എന്ന് പറഞ്ഞാൽ? ബിലീഫ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ബിലീവ് എവറിത്തിങ് ഇൻ ടു എക്സിസ്റ്റൻസ്. മാലാഖ എങ്ങനെ നിലവിൽ കൊണ്ടുവരാം? വിശ്വസിച്ച് നിലവിൽ കൊണ്ടുവരാം. യു ബിലീവ്, സോ ഇറ്റ് ഈസ് ദെയർ. യു ടോക്ക് ടു ഇറ്റ്, യു ഫീൽ, യു ഹാൻഡ് ഷേക്ക്, യു ബിലീവ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാൻ, പ്രേതത്തിൽ വിശ്വസിക്കാൻ, ദൈവവും പ്രേതവും ഉണ്ടാകണമെന്നേ ഇല്ല. ഇതാണ് പോയിന്റ്. ഇനി ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിൽ വിശ്വസിക്കേണ്ട കാര്യമേ ഇല്ല. ഒരു കാര്യം ഉള്ളതാണ്, നിങ്ങൾ എന്തിനാ വിശ്വസിക്കുന്നത്? സൂര്യൻ, ഞാൻ സൂര്യനിൽ വിശ്വസിക്കുന്നു. എന്തിന്? ആളിനെ എടുക്കുന്നില്ല അതിനകത്ത്. ഉള്ളതിൽ വിശ്വസിക്കണ്ട, ഇല്ലാത്തതിലാണ് വിശ്വസിക്കുന്നത്. അപ്പോഴാണ് ചോദിക്കുന്നത് ദൈവം ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ള MA ബേബി പറഞ്ഞോണം മഠേ ചോദ്യം ചോദിക്കും. സോ ദിസ് ഈസ് ആർഗ്യുമെന്റ്. ഇഫ് ഒരു കാര്യം ഉണ്ട് എങ്കിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല. പിന്നെ അതിനെ വിശ്വാസം എന്ന് പറയുന്നത് ഇല്ലായ്മയുടെ തെളിവാണ്. ഐ മീൻ ആ സാധനത്തെ കുറിച്ച് നിങ്ങൾ സർട്ടൻ അല്ല, അതാണ് വിശ്വാസം. അപ്പോൾ ഏത്തീസം എന്ന് പറഞ്ഞാൽ വിശ്വാസമേ അല്ല, വിശ്വാസരാഹിത്യമാണ്. നിങ്ങൾ പറയുന്ന സാധനങ്ങളിലൊന്നും എടുക്കുന്നില്ല എന്നുള്ള സാധനം.